നമ്മൾ ഫെഫ്ക ഒരു ഏതാണ്ട് ഒരു ദശാബ്ദത്തിന് ശേഷം ഒരു തൊഴിലാളി സംഗമം നടത്തുകയാണ്. നാളെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10:30 മണി മുതലാണ് തൊഴിലാളി സംഗമം ആരംഭിക്കുന്നത്. 9 മണി മുതൽ ആളുകൾ വരികയും രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്യും. ഏതാണ്ട് 10:30 ഔപചാരികമായിട്ട് യോഗ നടപടികൾ ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. മുമ്പ് നടന്ന തൊഴിലാളി സംഗമം 2009 അതിനുശേഷം 2014 നടന്നത്. 2009 ഫെഫ്ക ഫോം ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് 2008 ഫെഫ്ക രൂപവൽക്കരിക്കപ്പെടുന്നത്. 2009 ആദ്യത്തെ തൊഴിലാളി സംഗമം. അത് ഓൾ ഇന്ത്യ ഫിലിം എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ അഫിലിയേഷൻ കിട്ടിയപ്പോൾ നടത്തിയ തൊഴിലാളി സംഗമമാണ്. അതിനകത്ത് 950 ഏതാണ്ട് 1000 അടുപ്പിച്ച ആളുകളാണ് അന്ന് ടൗൺ ഹാളിൽ പങ്കെടുത്തത്. 2014 തൊഴിലാളി സംഗമം നടത്തുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഐഫെക്കിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നടത്തിയത്. അന്ന് ഏതാണ്ട് 1500 ആളുകൾ പങ്കെടുത്തിരുന്നു. ഇന്ന് ഈ തൊഴിലാളി സംഗമത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 5000-ൽ പരം ആളുകളെയാണ്. 2008 16 അംഗസംഘടനകളായിരുന്നു ഫെഫ്കയ്ക്ക് ഉണ്ടായിരുന്നത്. 2024 വരുമ്പോൾ 21 അംഗസംഘടനകളുണ്ട്. അടുത്ത് തന്നെ അത് 22 മാറും. 1000 അംഗസംഘടനകളിൽ നിന്ന് 1000 അംഗങ്ങളിൽ നിന്ന് ഫെഫ്കയിൽ 1000 തൊഴിലാളികളിൽ നിന്ന് ഇന്ന് ഏതാണ്ട് 7000-ൽ ശിഷ്ടം തൊഴിലാളികളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫെഫ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഗമം, ഏറ്റവും സമഗ്രമായ തൊഴിലാളി സംഗമം ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യമായി. അപ്പോൾ ഈ തൊഴിലാളി സംഗമത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ശ്രീ കമലഹാസൻ പറഞ്ഞത് ലോകത്തിലാദ്യമായി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി എന്ന് വിശ്വസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങൾ തെറ്റാണ്, ലോകത്തിലാദ്യമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു തൊഴിലാളി സംഘടന ഒരു എക്സ്റ്റേണൽ ഏജൻസികളെയും അല്ലെങ്കിൽ റിസോഴ്സസും ആശ്രയിക്കാതെ അവനവൻ്റെ നീക്കിയിരിപ്പിൽ നിന്നും അംഗങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഏർപ്പെടുത്തുക എന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി സംഘടനകൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ പിന്തുടരുന്നത് എല്ലാം ഏതെങ്കിലും ഇൻഷുറൻസ് ഏജൻസിയുമായി നമ്മളുടെ ഒരു യൂണിയൻ ടൈപ്പ് ചെയ്യുന്നു, ഒരു പ്രീമിയം അടയ്ക്കുന്നു, അങ്ങനെയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, കളക്റ്റീവായിട്ടുള്ള ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. കാരണം ക്ലെയിം പലപ്പോഴും 70-80% നമുക്ക് കിട്ടാറുള്ളൂ. പ്രീമിയം ആണെങ്കിൽ കയറി പോകുന്നു. അപ്പോൾ ഈ പ്രീമിയം എല്ലാം അടച്ചുകൊണ്ടിരുന്നത് യൂണിയനാണ്. അത് കഴിഞ്ഞൊരു 6 മാസത്തെ ഞങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരംഗത്തിന് ആളൊന്നിന് 3000 രൂപ എന്നൊരു തുക ഫിക്സ് ചെയ്തുകൊണ്ട് അത് ഒരു ഡെഡിക്കേറ്റഡ് വെൽഫെയർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 10ഓളം യൂണിയനുകൾ ഈ അംഗങ്ങളുടെ പൈസ മുഴുവനും യൂണിയനാണ് അടയ്ക്കുന്നത്. ബാക്കി വരുന്ന 8-9 യൂണിയനുകൾ പകുതി പൈസ അടയ്ക്കുന്നുണ്ട്, പകുതി അംഗം അടച്ചാൽ മതി. പിന്നെ ഞങ്ങൾക്ക് ഈ 60 അംഗം 50 അംഗമൊക്കെ ഉള്ള ചെറിയ യൂണിയനുകളുണ്ട്. അപ്പോൾ അവർ അംഗങ്ങളോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും യൂണിയനാണ് അതിൻ്റെ ബാധ്യത എടുത്ത് അങ്ങനെ ഒരു കോമൺ വെൽഫെയർ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ആൾ ആശുപത്രി ചികിത്സയ്ക്ക് നേരിടേണ്ടി വരുന്ന ആശുപത്രി ചികിത്സയ്ക്ക് വിധേയനാകേണ്ടി വരികയാണെങ്കിൽ ആ ബില്ല് പ്രതിവർഷം 3 ലക്ഷം രൂപ വരെ ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അത്ര വലിയൊരു തുകയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സംഘടന അവരുടെ റിസോഴ്സസിൽ നിന്ന് മുഴുവൻ അംഗങ്ങൾക്കും ഇത്തരത്തിൽ ആരോഗ്യ പരിരക്ഷ നൽകുന്നത് ഇന്ത്യയിൽ വേറൊരു ട്രേഡ് യൂണിയനും ചെയ്തിട്ടില്ല, ചലച്ചിത്ര സംഘടനകൾ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടതില്ല, ട്രേഡ് യൂണിയനുകൾ ചെയ്തിട്ടില്ല. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്രകാരനും നടനുമായ ശ്രീ കമലഹാസൻ്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ ലോകത്തിൽ ഒരു ട്രേഡ് യൂണിയനും അത് ചെയ്തിട്ടില്ല. അപ്പോൾ
അത്തരത്തിൽ മഹനീയമായ ഒരു ഉദ്യമത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ അത് നിലവിൽ വരികയാണ്. അതോടൊപ്പം ഈ വേദിയിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് ഒരു തൊഴിലാളി സംഘടനയും ഇതുവരെ ചെയ്യാത്ത 3-4 ഉദ്യമങ്ങൾ കൂടി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നാളെ നിങ്ങൾക്ക് അത് നേരിട്ട് കാണാവുന്നതാണ്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഫെഫ്ക എന്ന സംഘടന 16 വർഷം കൊണ്ട് എപ്രകാരമാണ് വളർന്നതെന്നും ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ അതിൻ്റെ അസ്തിത്വം എങ്ങനെയാണ് നിർവഹിച്ചതെന്നും എന്നുള്ളതിൻ്റെ തെളിവും നേർസാക്ഷ്യവുമായിരിക്കും നാളത്തെ തൊഴിലാളി സംഗമം. അപ്പോൾ ഞങ്ങളുടെ അതിഥികളായിട്ട് ശ്രീ മോഹൻലാൽ, ശ്രീ ടൊവിനോ, ശ്രീ സിദ്ദീഖ്, ശ്രീ ജനാർദ്ദനൻ, ശ്രീ ജോജു, ശ്രീമതി ഉർവശി, പ്രിയപ്പെട്ട നടിമാരായിട്ടുള്ള ഐശ്വര്യലക്ഷ്മി, നിഖില വിമൽ, രജിഷ വിജയൻ, അനശ്വര രാജൻ, ഞാനാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വരുന്നുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട ഇതര സംഘടനകൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഇവരുടെ എല്ലാവരുടെയും പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ സാംസ്കാരിക സംഘടനയായ മാക്ടയുടെ സജീവ പങ്കാളിത്തം ഇതിനകത്തുണ്ട്. അപ്പോൾ മലയാള സിനിമ നാളത്തെ ദിവസം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിനകത്തോ പുറത്തോ മലയാള സിനിമകളുടെ ചിത്രീകരണം ഇപ്പോൾ ഇല്ല. ഒപ്പം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ജൂണിൽ, ഇപ്പോൾ 1 വർഷം ആയിട്ടില്ല, കഴിഞ്ഞ ജൂണിലാണ് മലയാളത്തിലെ ടെലിവിഷൻ രംഗത്ത് ആദ്യമായിട്ടൊരു തൊഴിലാളി സംഘടന രൂപവൽക്കരിക്കപ്പെടുന്നത്. ഇതുവരെ ഇല്ല. അത് ആലോചിച്ച് നോക്കണം. കേരളം പോലൊരു സംസ്ഥാനത്ത് ടെലിവിഷൻ രംഗത്ത് ആദ്യമായിട്ട് ഒരു തൊഴിലാളി സംഘടന രൂപീകരിക്കപ്പെടുന്നത് കഴിഞ്ഞ ജൂണിലാണ്. അത് ഞങ്ങളുടെ അംഗസംഘടനയാണ്. ഫെഫ്ക MGTV എന്നാണ് ആ സംഘടനയുടെ പേര്. അത് ഇതിനകം 1500ഓളം അംഗങ്ങളുള്ള വലിയ സംഘടനയായിട്ട് വളർന്നിട്ടുണ്ട്. അവരുടെ സജീവമായ പങ്കാളിത്തം നാളെ ഉണ്ടാവും. അപ്പോൾ ടെലിവിഷൻ സീരിയലുകളും വെബ് സീരീസും ഒന്നും നാളെ ചിത്രീകരണം ഉണ്ടാവുന്നതല്ല. അവരെല്ലാവരും വളരെ ആവശ്യത്തോടു കൂടി ഈ കൺവെൻഷനിലേക്ക് വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമം പൊതുസമൂഹത്തിന് കൺവേ ചെയ്യുകയും ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആരോഗ്യ സുരക്ഷ എന്നുള്ളത് ഏതൊരു തൊഴിൽ രംഗത്തും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ചില മാർഗ്ഗങ്ങളെ ഇതിനകത്തുള്ളൂ, ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒരു സ്വാശ്രയ ബോധത്തോടുകൂടി നമ്മളുടെ തന്നെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ മറ്റ് തൊഴിൽ മേഖലകൾക്കും എനിക്ക് തോന്നുന്നത് ഇത് പിന്തുടരാവുന്ന ഒരു മാതൃകയായിരിക്കുമെന്നുള്ള പ്രതീക്ഷ ഫെഫ്കയ്ക്കുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങളാണ്. ആ വിവരം പറയാനും നിങ്ങളെ നാളത്തെ കൺവെൻഷനിലേക്ക് ക്ഷണിക്കാനുമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുണ്ടാവണം. അത് ഫലപ്രദമായ രീതിയിൽ അത് കവർ ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ആവാം. അല്ല, ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ലോഞ്ചാണ്. ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ലോഞ്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഇൻഡിവിജ്വൽ യൂണിയൻസ് ഏതെങ്കിലും ഇൻഷുറൻസുമായിട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു സംഗതിയുള്ളൂ. ഇത് സമഗ്രമായിട്ടുള്ളൊരു പദ്ധതിയാണ്. സെൻട്രലൈസ്ഡ് ആണിത്. കാരണം ഓരോ യൂണിയനുകളും അല്ല ഇത് മാനേജ് ചെയ്യുന്നത്. ഇത് ഫെഫ്ക എന്ന ഫെഡറേഷനാണ് മാനേജ് ചെയ്യുന്നത്. ക്ഷമിക്കണം. അപ്പോൾ ഒരു കോമൺ ഫണ്ട് പൂളിലേക്ക് ഈ ഫണ്ട് വരിക. നിങ്ങൾ ഒരു അംഗം ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയാൽ ആ വിവരം അറിയിക്കുക, ബില്ലുകൾ സബ്മിറ്റ് ചെയ്യുക. 3 തൊട്ട് 6 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ പൈസ കിട്ടും.
മറ്റൊരു കാര്യമുണ്ട്, ചില ഇൻഡിവിജ്വൽ അംഗങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഇൻഷുറൻസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ പൂർണ്ണമായും തുക കിട്ടണമെന്നില്ല. ആ വ്യത്യാസം ഞങ്ങൾ പേ ചെയ്യും. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആരോഗ്യ സംബന്ധിയായ ചിലവുകളെ സംഘടന ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു ആസ്പെക്റ്റ് ഉണ്ട്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. ഞങ്ങൾ എല്ലാവരോടും പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഈ 3000 രൂപ നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇതിനകത്ത് ഇടുമ്പോൾ നമ്മളുടെ ആഗ്രഹവും നമ്മളുടെ തീവ്രമായ ആഗ്രഹം എന്താണ്? ഒരിക്കലും അദ്ദേഹത്തിന് അത് അല്ലെങ്കിൽ ആ കലാകാരിക്ക് അത് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ്. ആശുപത്രിയിൽ ഒരു ചികിത്സയ്ക്ക് പോകരുതെന്നുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അംഗത്തിന് അത് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലെന്നിരിക്കട്ടെ, പക്ഷേ ഏറ്റവും മഹനീയമായ കാര്യം ആ 3000 രൂപ പ്രയോജനപ്പെടാൻ പോകുന്നത് ഒരു സഹപ്രവർത്തകയ്ക്കോ സഹപ്രവർത്തകനുമാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ രീതിയിലുള്ളൊരു സാഹോദര്യമുണ്ട്, വലിയ രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. ഞാൻ എൻ്റെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതിനകത്ത് അംഗമാകുന്നത്, എൻ്റെ കൂടെയുള്ളവർക്ക് കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരസ്പര്യം ഫെഫ്ക ഒരു മാതൃകയാക്കി മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു മറ്റ് തൊഴിൽ മേഖലകൾക്കും മറ്റ് തൊഴിലാളി സംഘടനകൾക്കും. അതാണ് ഞാൻ തീർച്ചയായിട്ടും അതെ 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 അതിൻ്റെ റിസ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? 5000 പേര് എന്ന് പറയുമ്പോൾ 1.5 കോടി രൂപ, 50 പേര് 3 ലക്ഷം രൂപ എടുത്താൽ തീർന്നത്. സോ 1%. ആ റിസ്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പം ഞങ്ങളെ അതിനെ എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഇൻഷുറൻസ് യൂട്ടിലൈസേഷൻ്റെ ഡാറ്റ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞ 5 വർഷത്തെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി, ഒരു റൂൾ ഓഫ് പ്രോബബിലിറ്റി ഉണ്ടല്ലോ, ഒരു ലോ ഓഫ് പ്രോബബിലിറ്റി, അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി വന്നത്. എന്നിരുന്നാൽ പോലും 20 to 30% ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓവർ സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നുള്ളത്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴേ അതിൻ്റെ ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ CSR ഫണ്ടുകളൊക്കെ ആശ്രയിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആശ്രയിക്കേണ്ടി വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ സ്വയം ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുകയും സ്വയം ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. അതെ, ഏതാണ്ട് 5000-ത്തിലധികം ആളുകൾ ചേർന്നിട്ടുണ്ട്. 2000 പേര് ചേർന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഈ 31st തന്നെ അത് ക്ലോസ് ചെയ്യാം. കാര്യം എന്നാലേ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ആളുകൾ ചേർന്ന അതിൻ്റെ ഒരു സൈക്കിൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ്. ഇല്ല, അത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ ചേർത്ത്, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ചിലരൊക്കെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വർഷം ഇതൊരു കാര്യം തുടങ്ങി. പക്ഷേ എന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ചാലും ഭയങ്കര പ്രതികരണം. 5000+ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളൊരു 4000 പേരെയായിരുന്നു മനസ്സിൽ കണ്ടത്. ഇപ്പോൾ 5000-ൽ കൂടുതലായിട്ടുണ്ട്. ഇത് ഇഫക്റ്റീവായാൽ അടുത്ത തവണ 7000 പേരും വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഒരു തവണ അത് നടക്കട്ടെ എന്നുള്ളതാണ്. ഈ മെമ്പർഷിപ്പിലേക്ക് ആളുകളുടെ വർധനവ് ഗംഭീരമായിട്ടും. ഏതിന്? ഫെഫ്കയിലല്ലേ? പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്, 2008-ൽ 950-ൽ നിന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ചും കൂടി അതിനകത്തോട്ട് താല്പര്യം കൂടുന്നുണ്ട്. നമ്മളുടെ പുതിയ സംവിധായകർക്കും എഴുത്തുകാർക്കും നല്ല രീതിയിൽ താല്പര്യം കൂടുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, ട്രേഡ് യൂണിയൻ എന്താണെന്ന് അവർക്കറിയാം. അവർ തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഞങ്ങളുടെ മെമ്പേഴ്സാണ്, പുതിയ ആളുകളെല്ലാവരും. ഈ ട്രേഡ് യൂണിയൻ്റെ ഇപ്പം പറഞ്ഞ മോഹൻലാൽ ഉൾപ്പെടെ അവിടെ പങ്കെടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അതിലൊരു ഉദ്ഘാടകൻ എന്ന നിലയിലേക്ക് ഉദ്ഘാടകൻ എന്ന നിലയിലേക്ക് പറയാം. ഉദ്ഘാടകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പരിപാടി വിഭാവന ചെയ്തിരിക്കുന്നത് ഒരു കൺവെൻഷണൽ രീതിയിലല്ല. അത് നിങ്ങൾക്ക് നാളെ ബോധ്യപ്പെടും. അത് ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലിക്ക് അവിടെ വന്നൊന്ന് കാണാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് നാളെ അത് നേരിട്ട് കണ്ടിട്ട് അത് നോക്കും, എന്നിട്ട് അലി എന്നോട് പറയും. അത് നോർമലി ഒരു
ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഒരു പേഷ്യന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ചില കാറ്റഗറീസ് ഉണ്ടാവും. ഇത്ര ഇന്ന അസുഖമാണെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറീസ്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഏത് അസുഖം വന്നാലും എങ്ങനെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിന്റെ ഫുൾ എമൗണ്ട് കൊടുക്കും എന്ന് തന്നെയാണോ? ഞങ്ങൾക്ക് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് എല്ലാ ജനറൽ സെക്രട്ടറിമാരും 2 ഡോക്ടേഴ്സും ഒരു നിയമവിദഗ്ധനും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ഞങ്ങളുടെ 2 അംഗങ്ങളുണ്ട്. അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബില്ലിൻ്റെ സ്ക്രൂട്ടിനി ഉണ്ടാവും. പക്ഷേ അത് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന മാനദണ്ഡങ്ങളിലായിരിക്കില്ല ഞങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. ഇതിനകത്തെ വലിയ മാനുഷികമായ വശങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ ഞങ്ങൾ പാനലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു അംഗമാണ് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആവുന്നതെന്ന് വയ്ക്കുക. കൊല്ലത്ത് ഞങ്ങൾക്കൊരു പാനലുണ്ട്. എല്ലാം ഞങ്ങളുടെ അംഗങ്ങളാണ്. അവർക്ക് ഈ വിവരം കൈമാറും. അവർ ആശുപത്രിയായിട്ട് ബന്ധപ്പെടും. ഇപ്പോൾ 60 or 70 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു അംഗം മക്കൾ സ്ഥലത്തില്ല, ആശുപത്രി ചികിത്സയിലാണ്, ബൈസ്റ്റാൻഡറായിട്ട് ഞങ്ങൾ പോകും. അപ്പം പൂർണ്ണമായും ഒരു തൊഴിലാളി സംഘടനയുടെ അന്തസ്സത്ത പാലിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ സ്ക്രൂട്ടനിയും ഫോളോ അപ്പും നടക്കുക. ഒരാളെ എങ്ങനെ പരമാവധി സഹായിക്കാം എന്നതായിരിക്കും കൺസേൺ. പരമാവധി എങ്ങനെ വെട്ടിക്കുറയ്ക്കാം എന്നായിരിക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതെല്ലാം നാളെ ഞാൻ സംസാരിക്കുന്നുണ്ട്. 1000 തൊട്ട് 15,000 രൂപ വരെ പെൻഷൻ കൊടുക്കുന്ന സംഘടനകൾ ഇതിനകത്തുണ്ട്. വേറെ എവിടെയുണ്ട്? ട്രേഡ് യൂണിയനിൽ 60 കഴിഞ്ഞവർക്ക് പ്രതിമാസം 1000 രൂപ തൊട്ട് 15,000. ഞങ്ങളുടെ റൈറ്റേഴ്സ് യൂണിയൻ 15,000 രൂപ കൊടുക്കുന്നത്. അവരതിനെ സ്നേഹം എന്നാണ് പേരിട്ടിരിക്കുന്നത്, പെൻഷൻ എന്നല്ല. ആ 15,000 രൂപ വാങ്ങിക്കുന്നവർക്ക് തുടർന്ന് വർക്ക് ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. നിങ്ങൾ വർക്ക് നിർത്തി പോകണം എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും എഴുതാമെന്നുള്ളതാണ്. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മരണാനന്തര സഹായം 10 ലക്ഷം രൂപ വരെ മരണാനന്തര സഹായം കൊടുക്കുന്ന യൂണിയനുകളുണ്ട് ഇതിനകത്ത്. മരിച്ച അംഗത്തിന് 10 ലക്ഷം രൂപ വരെ. നിരവധി അനവധിയുണ്ട്. നാളെ ബോധ്യപ്പെടുന്നത് എല്ലാം പറയുള്ളൂ. 10:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോഴല്ല കേട്ടോ, അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഒരു വിമർശനം മാധ്യമങ്ങളിൽ പൊതുവെ ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള അംഗത്വ ഫീസ് ഈടാക്കുന്നു. അംഗത്വ ഫീസ് കുറവാണ്, സബ്സ്ക്രിപ്ഷൻ കുറവാണ്, പക്ഷേ വേറൊരു തുക ഈടാക്കുന്നു. അതാണ് ഇങ്ങനെയൊക്കെ പരിണമിക്കുന്നത്. അപ്പോൾ 16 വർഷത്തെ ഫെഫ്കയുടെ ചരിത്രം അത് ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നു എന്നും കൂടി പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത്. പല യൂണിയനും പലതാണല്ലോ, പല രീതിക്കാണ്. അത് ക്രാഫ്റ്റിൻ്റെ സ്പെസിഫിക്കാണ്. ഓരോ ക്രാഫ്റ്റ് നമുക്ക് 21 ക്രാഫ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് 21 യൂണിയനുകളല്ലേ ഉള്ളത്. അപ്പോൾ 21 സ്വഭാവങ്ങളുള്ള യൂണിയനുകളാണ്. അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അത് നിശ്ചയിക്കുന്നത്. 22ാമത്തെ യൂണിയൻ ഇപ്പോൾ അടുത്ത മാസത്തോടു കൂടി ഫോം ചെയ്യപ്പെടും. കാർപ്പൻറ്റേഴ്സാണ്. സെറ്റുകളിൽ അതെ. അപ്പോൾ അത് ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിലാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ അഫിലിയേറ്റ് ചെയ്യും. അവരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലേക്ക് വരാനായിട്ട്. എല്ലാ മേഖലയിലും യൂണിയൻ ആയിരുന്നു. എല്ലാ മേഖലയിലും യൂണിയൻ. ഫൈറ്റേഴ്സ് ഇല്ല. ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അല്ല, അത് നമ്മൾ കൂടുതലും വെളിയിലുള്ള ഫെഫ്സിയുടെയും തെലുങ്കും ഒക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കൂടുതലും ഫെഫ്സിയിലെ ആശ്രയിക്കുന്നത്. കുറച്ചുപേരേ ഉള്ളൂ. പക്ഷേ ഞങ്ങളതൊരു സംഘടനയായിട്ട് ഫോം ചെയ്തിട്ടില്ല. അതിനകത്ത് ഒരുപാട് വേറെ കൺസേൺസ് ഒക്കെ ഉണ്ട്. ഈ സേഫ്റ്റി മെഷേഴ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് ഇപ്പോൾ ടെലിവിഷൻ തന്നെ ഞങ്ങൾ ഏതാണ്ട് 16 വർഷം ഇത് കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ അത്രയും ഒരു പ്ലാനിങ്ങോട് കൂടി വേണം അങ്ങനെ അത് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇത് വിചാരിക്കുന്നത്. എന്തായാലും ചലച്ചിത്ര രംഗത്തെ ഞാനങ്ങനെ ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. എന്നാലും മറ്റ് സംഘടനകളെല്ലാം ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം വിഭാവന ചെയ്യാനും അതിനെ സ്ട്രക്ചർ ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും തീർച്ചയായിട്ടും ഫെഫ്കയ്ക്ക് കഴിയുന്നുണ്ട്. അത് ഫെഫ്കയുടെ സംഘടനാ സംവിധാനം അത്രയും ഫലപ്രദമായതുകൊണ്ടാണ്.
ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ ജോലിയാണ് നിർവഹിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു ഫ്രണ്ട് മാത്രമാണ്. ഈ ജോലികൾ ചെയ്യാനായിട്ട് ഇതിനകത്തെ 21 സെക്രട്ടറിമാർ വളരെ ശക്തമായിട്ടുണ്ട്. എൻ്റെ കൂടെ ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹനുണ്ട്, വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള GS വിജയനുണ്ട്. ഇതുപോലെ എത്രയോ സെക്രട്ടറിമാർ അക്ഷീണം റൗണ്ട് ദ ക്ലോക്ക് ജോലി ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് വിഭാവന ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ അത് ഒരു തൊഴിലാളി സംഘടനയുടെ കരുത്ത് തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷത്തോടെ പത്രപ്രവർത്തകരോട് പറയാനുള്ളത്, ഞങ്ങളുടെ ബൈലോ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇതിനകത്ത് പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഇല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടി പൊളിറ്റിക്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സങ്കുചിതമായ അർത്ഥത്തിൽ അതിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിശാല രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവാം, തൊഴിലാളി വർഗ താല്പര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ പാർട്ടി അഫിലിയേഷൻ ഇല്ല, ജാതി മത ഭേദങ്ങൾ ഇതിനകത്തില്ല, ലിംഗഭേദമില്ല, കറുപ്പും വെളുപ്പും ഇതിനകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഘടന നിലനിന്ന് പോകുന്നു എന്നുള്ളത് ഈ നമ്മളുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ കേരള ചരിത്രത്തിൽ വലിയ രീതിയിൽ ആർക്കും ആശ്വാസം നൽകുന്നൊരു സംഗതിയാണെന്നുള്ള വിശ്വാസവും ഞങ്ങൾ. ഈ തൊഴിലാളി സംഘടനയുടെ ഒരു പരിപാടി ആകുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ പല രാഷ്ട്രീയമുണ്ട്. അവരാരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ട്? ഇപ്പോൾ പെരുമാറ്റച്ചട്ടമല്ലേ, അല്ലെങ്കിൽ നമുക്ക് ക്ഷണിക്കാമായിരുന്നു. ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ പിന്നെ മന്ത്രി രാജീവ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട MP ഹൈബി ഉണ്ടായിരുന്നു. ഈ ജനപ്രതിനിധികളുമാണല്ലോ അവർക്ക്. ഞങ്ങളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട മറ്റൊരു കാര്യം, ഈ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പാക്കേജുകൾ ഉണ്ടാക്കി തരുന്നുണ്ട് അവർ. അതുപോലെ ഞങ്ങൾ കേരള സർക്കാരിലെ സഹകരണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വാസവനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകി കേരളത്തിലെ എല്ലാ സഹകരണ ആശുപത്രിയിൽ നിന്നും ഒരു പാക്കേജ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയായതുകൊണ്ട് തീർച്ചയായിട്ടും അവരോടൊക്കെ നമുക്ക് ബന്ധപ്പെട്ടും അവർക്ക് ആദരവ് കൊടുത്തുകൊണ്ടും മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ശരി, താങ്ക് യു. താല്പര്യമുണ്ടെന്ന് എനിക്കറിയാതെ ഉണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചയാണ്. അന്ന് ഈ ആർമി രാമകൃഷ്ണ മണിയുടെ ഒരു അനുജനാണ്. മണി സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ് പല ആളുകൾക്കും. അത്ര ഒരു വിഷയം ഉണ്ടായപ്പം ഒരു തൊഴിലാളി സംഘടന ഇടപെടാൻ പറ്റുമെന്ന് എനിക്കല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയൊന്നും ഇറക്കി കണ്ടില്ല. ഇപ്പോൾ കറുപ്പും വെളുപ്പും പറഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കുന്നതാണ്. അല്ല, ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെടുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സംഗതിയല്ല. ഇപ്പം ഞങ്ങളുടെ ചില അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാമർശം ശ്രീ ജയമോഹൻ്റെ പക്ഷത്തു നിന്നുണ്ടായപ്പോൾ ഞങ്ങൾ വളരെ ശക്തമായിട്ട് അതിനത് പ്രതികരിച്ചു. കേരള സമൂഹം മുഴുവൻ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അതെന്നുള്ളത്. അത് രാമകൃഷ്ണൻ മണിയുടെ സഹോദരനാണോ, മണി സിനിമയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനാണോ എന്നൊന്നുമല്ല പ്രശ്നം. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അക്കാര്യത്തിൽ അത് നിലപാടുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ പറയുക, ഒരു സംവാദത്തിന് പോലും സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ അർഹിക്കുന്ന എന്താ ഒരു പറയുന്നത് അതിനെ അവഗണിച്ച് കളയുക എന്നുള്ളതല്ലാതെ അതിനകത്ത് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാൻ, അതിനകത്ത് ഒന്നും പ്രൂവ് ചെയ്യാനില്ലല്ലോ നമുക്കതിനകത്ത്. അത് പറഞ്ഞത് പരമാബദ്ധവും വർണ്ണവെറിയുമാണെന്ന് അറിയാമെങ്കിൽ അതിനകത്ത് വെറുതെ ഒരു ഡയലോഗിനൊന്നും സ്പേസ് ഇല്ല. അത് കളയുക എന്നുള്ളതാണ്. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.